സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. ഓൾ കേരള BSS പാരാമെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരണത്തിന്റെ പ്രഥമ യോഗവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വടക്കാഞ്ചേരിയിൽ നടന്നു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ശശികുമാർ കൊടൈക്കാടത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് കഴിയുന്നതും ഒരു ജോലി സമ്പാദിച്ച അതിൻ്റെ ഒരു ഇൻകം ബേസ് മാത്രം നോക്കണ്ട, അതിൻ്റെ വരുമാനം മാത്രം നോക്കണ്ട. നിങ്ങൾ പഠിച്ച ഒരു വിദ്യയിൽ നിങ്ങൾ വ്യാപൃതമാവുക എന്നുള്ളത്, അല്ലെങ്കിൽ വെറുതെ പഠിച്ചത് വെറുതെ ആയി പോവില്ലേ. കേരളത്തിലെ പാരാമെഡിക്കൽ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൾ കേരള BSS പാരാമെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക യോഗമാണ് വടക്കാഞ്ചേരിയിൽ ചേർന്നത്. ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ചാണ് യോഗം ചേർന്നത്. കാൻഫെഡ് ചെയർമാനും ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് കടമ്പാട്ട യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ആ പോരാട്ടം മൂല്യത്തിലൂടെ സർക്കാരിൻ്റെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും മെഡിക്കൽ രംഗത്ത് ഉള്ള അധികാരികളുടെ മുമ്പിലും ഞങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് വനിതകൾ ഈ കേരളത്തിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ആ ബോധ്യപ്പെടുത്താനായി നമ്മളെല്ലാവരും ഇന്ന് ആദ്യത്തെ ഈ യോഗം ചേരുകയും ഇതിനു മുൻപ് നമ്മൾ ഗ്രൂപ്പിലൂടെ എല്ലാം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു വിങ് ഇവിടെ ഉണ്ടായി. കാരണം നമുക്കെതിരെ ഏറ്റവും എതിരായി നിൽക്കുന്നത് കാരണം പുറത്തൊക്കെ പോയി പഠിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച ആളുകളാണ്. BSS അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി പാരാമെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഭാവിയിൽ സംഘടനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓട്ടുപാറ ബൈപ്പാസ് റോഡിൽ ജനങ്ങൾക്ക് തണലേകാനും പക്ഷികൾക്ക് കൂടൊരുക്കാനും അത്തിമരത്തൈ വിദ്യാർത്ഥികൾക്ക് ശശികുമാർ കൊടക്കാടത്ത് കൈമാറി. മാധ്യമപ്രവർത്തകനും പത്രപ്രവർത്തക അസോസിയേഷൻ ഭാരവാഹികളുമായ രാധാകൃഷ്ണൻ കൊരവൻകുഴി, വറീദ് ചിറ്റിലപ്പിള്ളി, മാധ്യമപ്രവർത്തകരായ സുമേഷ് അരയംപറമ്പിൽ, സാമൂഹിക പ്രവർത്തകരായ ബിജു ചിറ്റിലപ്പിള്ളി, നിതിൻ സുഭാഷ്, ആൽവിൻ ആൻഡോ, ദിവ്യ മഞ്ജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി.